ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂടെ അതിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന റീയൂസ്ഡ് കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങളെ എന്നെപ്പോലെ ബിഗിനറായിട്ടുള്ള ഏതെങ്കിലും യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വരാതെ നോക്കാം. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ഹാഫ് മോണിറ്റൈസേഷൻ്റെ അടുത്തെത്തുമ്പോൾ 3000 വാച്ച് അവേഴ്സായി എന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ അപ്ലൈ നൗ കാണുമ്പോൾ അപ്ലൈ ചെയ്യും. അതിൽ 2 സ്റ്റെപ്പ് പ്രൊസീഡാവും. 3ാമത്തെ സ്റ്റെപ്പ് അവിടെ പെൻഡിങ് ഉണ്ടാവും. 24 മണിക്കൂറിൽ 3ാമത്തെ സ്റ്റെപ്പ് റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല, മോണിറ്റൈസ് ആവില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും സങ്കടമാവും. കാരണം ഇത്രയും വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തായാലും സ്വാഭാവികം അല്ലേ? എനിക്കും ഉണ്ടായിരുന്നു സെയിം അവസ്ഥ. ഞാൻ യൂട്യൂബിൻ്റെ ഗ്രീൻ സ്ക്രീൻ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് തന്നെ ഓർമ്മ വന്നത് ഗ്രീൻ സ്ക്രീൻ ആയിരിക്കുമോ എന്ന്. കാരണം വേറെ കോപ്പിറൈറ്റ് അല്ലാതെ വേറെ ആൾക്കാരെ വീഡിയോ പറക്കി ഞാൻ എൻ്റെ ചാനലിലിടുക അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് വീഡിയോസ് ഉണ്ടാക്കിയത്. ഒരേ ഒരു കാര്യം ചെയ്തത് യൂട്യൂബ് തരുന്ന ഫീച്ചേഴ്സായ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കുമെന്ന്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ വേറെ ഏതോ രാജ്യത്തെയാണെന്ന് തോന്നുന്നത്, ഇന്ത്യ രാജ്യമല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഷോർട്സിൽ ഗ്രീൻ സ്ക്രീൻ ചെയ്തപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ്. അപ്പോൾ അതായിരിക്കും റീയൂസ്ഡ് കണ്ടൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയും വരാമെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ ലോങ് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഷോർട്ട് ആക്കി ഇട്ടാലും റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമെന്ന് കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടൻറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമായിപ്പോവും. എനിക്ക് എങ്ങനെയാണ് അത് കറക്റ്റ് ആക്കാന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രോ ഉണ്ട്. അപ്പോൾ ബ്രോ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ഒരു പൈസേൻ്റെ ചിലവും ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി കുറേ ആളുടെ സഹായം തേടുമ്പോൾ ക്യാഷ് കൊടുക്കാറില്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. എൻ്റെ അനിയൻ എന്നെ സഹായിച്ചു. അവൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ചെയ്താൽ മതി, അതായത് അപ്പീൽ വീഡിയോ. അവർ അപ്പീൽ ചോദിക്കുമല്ലോ, ഇത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യണമെന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ അനിയൻ എന്നെ ഹെൽപ്പ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന പ്രോബ്ലം സോൾവ് ആയി. ഹാഫ് മോണിറ്റൈസേഷന് ശേഷം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റില്ല. ഫുൾ മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് ആഡ് വരുന്നതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. കിട്ടാൻ തുടങ്ങുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും മെമ്പർഷിപ്പ് എടുത്താൽ നമ്മുടെ പ്രൊഫൈലിൽ കാണുന്നില്ലേ അങ്ങനെ ജോയിൻ ആയാൽ, ആരെങ്കിലും ഗിഫ്റ്റ്സ്, അതായത് പൈസ ആയിട്ട് അങ്ങനെ സെൻഡ് ആക്കിയാൽ അങ്ങനെയൊക്കെ മാത്രമേ ഹാഫ് മോണിറ്റൈസേഷനിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ കിട്ടൂല. വാച്ച് അവേഴ്സ് 4000 തന്നെ ഫുള്ളാവണം. ദൈവമേ, റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത്രയും ഞാൻ 4 മാസമായേ ഉള്ളൂ വീഡിയോ എടുത്തിട്ട്. കാരണം ഈ 4 മാസത്തിൽ ഞാൻ ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുമോളെ ഞാൻ ചുമ്മാ കളിക്കാൻ വിട്ടിട്ട് അവൾ ഇതിലേ ഓടിക്കളിക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഉറക്കിയിട്ട് വീഡിയോ എടുക്കും. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്നാലും എന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് മോണിറ്റൈസേഷന് കൊടുക്കുമ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവുമല്ലോ. അതാണ്. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, റീയൂസ്ഡ് കണ്ടൻറ്റ് വരാതെ നോക്കാം, വേറെ ആൾക്കാരെ വീഡിയോ ഇടാതെ നോക്കാം. പിന്നെന്താണ് അതിൻ്റെ റീയൂസ്ഡ് കണ്ടൻറ്റിൽ ഗ്രീൻ സ്ക്രീൻ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഗ്രീൻ സ്ക്രീൻ തന്നെയാണ് എനിക്ക് പേടിയുണ്ടായത്. ഗ്രീൻ സ്ക്രീൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗ്രീൻ സ്ക്രീൻ ചെയ്യുമ്പോൾ നോക്കാം. വേറെ രാജ്യത്തെ വീഡിയോയിൽ ഷോർട്സിൽ പോയിട്ട് ഗ്രീൻ സ്ക്രീനൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാകും. പക്ഷേ ഇനി ഞാൻ
ഈ ഒരു റീയൂസ്ഡ് കണ്ടൻറ്റ് ഹാഫ് മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ വന്നതുകൊണ്ട് എനിക്കൊരു പേടിയായി അത് ചെയ്യാൻ തന്നെ. അതുകൊണ്ട് ചെയ്യുന്നത് ഞാൻ കുറക്കും. നിങ്ങൾക്ക് അതിയായ മോഹമുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഷോർട്സിനേക്കാളും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അപ്പിൽ വീഡിയോ കൊടുക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെങ്കിലും ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ബ്രോ ഹെൽപ്പ് ചെയ്തത്. അത് വളരെ നല്ലൊരു നന്ദിയായി, എനിക്ക് ഉപകാരമായി. പൈസ ഒന്നും കൊടുക്കാതെ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയി. ഹാഫ് മോണിറ്റൈസേഷനാണ്. ഹാഫ് മോണിറ്റൈസേഷൻ ആയാലും ഫുൾ മോണിറ്റൈസേഷൻ പോലെ തന്നെ ഇനി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫുൾ മോണിറ്റൈസേഷൻ ഇനി അതിലും റീയൂസ്ഡ് കണ്ടൻറ്റ് കാണിക്കുമോയെന്നറിയില്ല. അത് ഞാൻ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ റീയൂസ്ഡൊക്കെ കാണുമ്പോൾ ആർക്ക് സങ്കടം. അപ്പോൾ അങ്ങനെയൊക്കെ വരാതെ നോക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും അങ്ങനെ റിവ്യൂസ്ഡ് കണ്ടൻറ്റ് വരാൻ മാത്രം ചെയ്തിട്ടുണ്ടോ, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ, ബ്ലോക്കഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് ആക്കി വെക്കാതെ ഡിലീറ്റ് ആക്കാം. ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചു, അതാണ് പ്രശ്നമായത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പരമാവധി ഈ റിയൂസ്ഡ് കണ്ടൻറ്റ് ഒഴിവായി കിട്ടുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പേയ്മെൻ്റ് ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. കിട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. ഗിവ് അവേ ഞാൻ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. മനസ്സിൽ വെച്ചിട്ടുണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഫുൾ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം വലിയൊരു ഗിവ് അവേ തരാമെന്നാണ്. അതല്ലേ അതിൻ്റെ ശരി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.